പ്രിയ വിദ്യാർത്ഥികളെ, +1 അപേക്ഷാ സമർപ്പണം 24-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെപ്പറ്റി ഒരു മുൻധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് ഈ പ്രവേശനവുമായിട്ട് +1 പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ: 1. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ബോണസ് പോയിൻറ്റിന് എന്തെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ അതിനുള്ള സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾ ക്ലബ്ബുകളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും, അതുണ്ടായിരിക്കണം. നിങ്ങൾ ഫോമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് HMൻ്റെ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കണം. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ആണ് ഹാജരാക്കേണ്ടത്. ഇപ്പോൾ പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ വെക്കണം. അപേക്ഷയുടെ കൂടെ നിങ്ങൾ ഒരു കാര്യവും വെക്കേണ്ടതില്ല. കാരണം ഓൺലൈനാണ്, അതുകൊണ്ട് നിങ്ങൾ ടിക്ക് ചെയ്യുക. പക്ഷെ ഉള്ളത് മാത്രമേ ടിക്ക് ചെയ്യാവൂ. ഇല്ല എങ്കിൽ പ്രവേശന സമയത്ത് നിങ്ങളുടെ അഡ്മിഷൻ നിരസിക്കപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ, അതായത് പ്രോസ്പെക്ടസിൽ കുറച്ച് പേർക്ക് പ്രായപരിധി ഇളവുണ്ട്. അപ്പോൾ അവർ അതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം സർട്ടിഫിക്കറ്റ് കിട്ടും, പ്രായപരിധി ഇളവുള്ളവർ. ഇനി വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 40% കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ ഈ ഒരു COVID-19 മാനദണ്ഡത്തിൽ അല്ലെങ്കിൽ സമയത്ത് അവർ ഈ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നീട് വാങ്ങിച്ചാൽ മതിയാകും. അവർക്ക് അത് ആപ്ലിക്കേഷൻ്റെ സമയത്ത് ആ കോളം ടിക്ക് ചെയ്ത് കൊടുത്താൽ തൽക്കാലം മതിയാകും. പ്രോസ്പെക്ടസ് കാണുക വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക്. സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് SSLC ബുക്കിലെ സമുദായ വിവരങ്ങൾ മതിയാകും. എന്നാൽ SSLC ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ സാധാരണ നമുക്ക് SC, ST, OEC കാണുന്നതിന് വേണ്ടി SSLC ബുക്ക് മതിയാകും. അതിനകത്തിൽ നിങ്ങൾ പറയുന്ന ജാതി അല്ലെങ്കിൽ അതില്ല എങ്കിൽ മാത്രമാണ് ഈ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് SC, ST, OEC വിദ്യാർത്ഥികൾ റവന്യൂ അധികൃതർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അനുബന്ധം 3 ഉൾപ്പെട്ട OBHലെ വിഭാഗക്കാർ റവന്യൂ അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഫീസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. തമിഴ്, കന്നഡ ഭാഷ ന്യൂനപക്ഷമാണെങ്കിൽ ആ വിവരം യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അല്ലാത്ത പക്ഷം രജിസ്റ്റർ ചെയ്ത തദ്ദേശ ഭാഷാ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി, ചെയർമാൻ എന്നിവരുടെ ലെറ്റർ ഹെഡിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താമസിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിൻറ്റുകൾ ലഭിക്കുന്നവർ SSLC ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. അപ്പോൾ നിങ്ങളുടെ CBSE, ICSE കുട്ടികളൊക്കെ ഒരുപക്ഷെ ഇത് ഹാജരാക്കേണ്ടി വരും. NCCക്ക് 75% ഹാജരുണ്ടെന്ന് NCC ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പുരസ്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിൻ്റ് അർഹതയുണ്ടാകും. ബോണസ് പോയിൻ്റ് കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കുക. ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാൻ്റെ ആശ്രിതർ എന്നുള്ളതിന് പ്രസ്തുത ജവാൻ്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാൻ്റെ ആശ്രിതർ എന്നുള്ളതിന് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നീന്തൽ അറിവിനുള്ള 2 ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതിന് ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അല്ലെങ്കിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾ നടത്തിയ മത്സരങ്ങളിൽ ലഭിച്ച മികവ് അല്ലെങ്കിൽ പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് അവർ ഒരു ഗവൺമെൻറ് ഓർഡർ പറയുന്നുണ്ട്, വിവക്ഷിച്ച മാതിരി SPC പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഈ ടൈ ബ്രേക്കിന് നൽകുന്ന ഇനങ്ങളിൽ NTSE ഒഴികെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഒഴികെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തതായിരിക്കണം.
ടൈ ബ്രേക്കിനാണ് നിങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ക്ലബ്ബ് അല്ലെങ്കിൽ ജില്ലാതലത്തിൽ മത്സരിച്ച യുവജനോത്സവം, സ്പോർട്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രോസ്പെക്ടത്തിൽ വിശദമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ്, SSLCക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തവയായിരിക്കണം. NTSTക്ക് പോയിൻ്റ് ലഭിക്കാൻ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് SCRTയോ NCRTയോ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അതായത് HM. ലിറ്റിൽ കൈറ്റ്സ് ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയിട്ടുള്ള ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള EWS 10% സംവരണ സീറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രോസ്പെക്ടസിലെ 10 സർക്കാർ തൊഴിലെ 5-ൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളും അനുസരിച്ച് വില്ലേജ് ഓഫീസറിൽ നിന്നും ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം. EWS റിസർവേഷൻ ആവശ്യമുള്ള അനക്സർ 1 മാതൃകയുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനക്സർ 2 മാതൃകയുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രത്യേകം പരിഗണിക്കാനായി ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളതിനാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റ് നമ്പരും തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നു അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രം അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. കാരണം ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു, പക്ഷേ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് പ്രവേശന സമയത്ത് ഹാജരാക്കാൻ സാധിച്ചില്ല, നിങ്ങളുടെ അഡ്മിഷൻ നിരസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വിജിലൻ്റായിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാമൂ. നിങ്ങൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കുക. ഓരോരോ വിഷയങ്ങളെ പറ്റിയുള്ള സർക്കുലറും നിർദ്ദേശങ്ങളുമൊക്കെ അതാത് സമയത്താണ് നൽകുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാത് സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.